സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹധന്യരായ സഹോദരങ്ങളെ, വളരെ നല്ല ഹൃദയസ്പർക്കായ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. നാട്ടിൽ മഗ്‌രിബ് ആയതുകൊണ്ട് മാത്രം ബാക്കവി ഉസ്താദിന്റെ ക്ലാസ് നിന്നുപോയതാണ്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു ലൈവ് അടുത്ത സമയത്ത് തന്നെ തുടങ്ങാനിരിക്കുകയാണ് നാട്ടിൽ നിന്ന്. അതുകൊണ്ട് ഇന്ന് ക്ലാസ് എടുക്കാൻ നല്ല താല്പര്യം, കാരണം കുറച്ചു നേരം മതിയല്ലോ. അപ്പോ പിന്നെ മാത്രമല്ല, ഇനിയിപ്പോ തിങ്കളാഴ്ചയല്ലേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം ഞാൻ മൈക്കിൽ വന്നതാണ്. ഏതായാലും ഈ ദുൽഹിജ്ജ മാസത്തോടനുബന്ധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല ഒരു ഉത്ബോധനം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഒക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉസ്താദ് അവർകൾക്കും അതേപോലെ തന്നെ മറ്റ് ദീനിയായ ഖിദ്മത്തിന്റെ മേഖലയിൽ നമുക്ക് സഹായികളായി മാറിയിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം وحيث ما كنتم فولوا وجوهكم شطرة وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما تعملون. صدق الله العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആയത്തിൽ സൂറത്തുൽ ബഖറയുടെ 143 ആയത്തിൽ നമ്മൾ സൂചിപ്പിച്ചു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബല മാറ്റം എന്ന് പറയുന്ന മഹത്തായ ഒരു അനുഗ്രഹം നൽകിയത്, അത് സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാരാണെന്നും എന്തെങ്കിലുമൊക്കെ സില്ലിയായ വിഷയങ്ങളുടെ പേരിൽ രാജിയായി പോകുന്നവരാരൊക്കെയാണെന്നൊക്കെ പരീക്ഷണാർത്ഥമാണെന്നും റസൂലുള്ളാന്റെ ഉമ്മത്ത് ഒരു ഉത്തമ സമുദായമാണെന്നും അല്ലാഹു തആല ഹിദായത്ത് നൽകാത്തവർക്കൊക്കെ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെല്ലാം പ്രയാസകരമായി അനുഭവപ്പെടുമെന്നും ഒക്കെയുള്ള കുറെ പാഠങ്ങളായിരുന്നു നൽകിയത്. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വിഷയങ്ങളുടെ സംഗതികളിലേക്ക് നയിച്ച യഥാർത്ഥ ചരിത്ര സംഭവത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ, നിശ്ചയം നബിയെ അങ്ങയുടെ മുഖം ആകാശത്തേക്ക് തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഫലനുവല്ലി എന്നക, നിശ്ചയം തങ്ങളെ നാം തിരിക്കുക തന്നെ ചെയ്യും. ഖിബ്ലതൻ തർളാഹ, തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബലയിലേക്ക്. ഫവല്ലി വജ്ഹക, അതിനാൽ തങ്ങൾ തിരിക്കുക അവിടുത്തെ മുഖത്തെ. ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിക്കുക. വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായാലും ഫവല്ലു വുജൂഹക്കും ശത്റ, നിങ്ങളുടെ മുഖത്തെ ആ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്കാണ് നിങ്ങൾ തിരിക്കേണ്ടത്. ഇന്നല്ലദീന ഊത്തുൽ കിതാബ, നിശ്ചയം വേദം നൽകപ്പെട്ടവർ യഅലമൂന, അവർക്ക് അറിയാം, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലെങ്കിൽ ഈ ഖിബല എന്ന് പറയുന്ന ഈ മാറ്റം അത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ് എന്ന് അവർക്ക് അറിയുക തന്നെ ചെയ്യും. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല തന്നെ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുകയും ഉടനെ തന്നെ ആ സാക്ഷാത്കാരം നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. നമുക്കറിയാലോ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വശങ്ങളൊക്കെ, അതിന്റെ ചരിത്രമൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി 16 മാസം അല്ലെങ്കിൽ 17 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസ് ഖിബലയാക്കി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയും അവിടുത്തെ മനസ്സിന്റെ ഉള്ളിലെ സ്വകാര്യമായ ഒരു ആഗ്രഹമായിരുന്നു എന്ത്,
ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ കഅബാലയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ആകുന്ന എൻ്റെ പ്രപിതാക്കളായിട്ടുള്ള മഹാന്മാർ പുനർനിർമ്മാണം നിർവഹിച്ചിട്ടുള്ള ആ ആരാധനാലയം, ഭൂമിയിൽ തന്നെ അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ ആരാധനാലയം, അങ്ങനെ ഒട്ടനവധി മഹത്വങ്ങളും പ്രത്യേകതകളുമുള്ള ആ കഅബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാനുള്ള ഒരു അനുവാദം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയെങ്കിൽ എന്ന ആഗ്രഹം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുണ്ട്. എങ്ങോട്ട് തിരിയുമ്പോ തന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് അള്ളാന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് തിരിയുമ്പോ തന്നെ അങ്ങനെ ഒരു ഉത്തരവ് അള്ളാഹു തആല നൽകിയാൽ അത് വലിയ സന്തോഷായേനെ എന്ന നിലക്കുള്ള ഒരു ആഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ മനസ്സിലുണ്ട്. അതെന്താ? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, കഅബയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ സമയത്ത്. ആ കഅബാലയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാട്ടിലുള്ള ആരാധനാലയാണ്. അതുകൊണ്ട് തന്നെ മഹത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുത്തുനബി ജനിച്ച നാട് എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കാനുള്ള നിസ്കരിക്കാനുള്ള നിർദ്ദേശം കിട്ടണമെന്ന ആഗ്രഹം റസൂലുള്ളാഹി പ്രകടിപ്പിച്ചു. പക്ഷെ ഒരിക്കൽ പോലും അള്ളാഹുവിനോട് എന്ത് ചെയ്തില്ല? അതിനുവേണ്ടി നബി സല്ലല്ലാഹു നിങ്ങൾ ആവശ്യപ്പെട്ടില്ല. അതങ്ങനെയാ. നല്ലോണം ഇഷ്ടമുള്ള ആൾക്കാരാവുമ്പോ തമ്മിൽ ചിലപ്പോ പല കാര്യങ്ങളും എന്തെങ്കിലും അയാൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? അല്ലെ കണ്ടറിഞ്ഞ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, ഞാൻ ചോദിച്ചിട്ട് എന്ത് ചെയ്യൂല അല്ലേ? ഇപ്പൊ നമുക്കൊരു 1000 രൂപ കടം വേണം, അത്യാവശ്യമായിട്ട് 1000 ദിർഹം കിട്ടണം എന്ന് നമുക്ക് വരുന്നു. എന്നാൽ നമ്മൾ ചിലപ്പോ വലിയ അടുപ്പൊന്നും ഇല്ലാത്ത പല ആൾക്കാരോടും ചോദിച്ചെന്നിരിക്കും. നല്ല ബന്ധമുള്ളവരോട് എന്താക്കൂല, ചോദിക്കൂല. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളെന്താ മൂപ്പരോട് ചോദിച്ചാൽ വേഗം കിട്ടുമല്ലോ, നിങ്ങൾ അത്ര വലിയ ബന്ധമല്ലേ അറിഞ്ഞാലോ, ഓനോടും ചോദിക്കൂല അല്ലെ? ഞാൻ അങ്ങനെ ഒരു പ്രയാസത്തിലാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞോ ചെയ്യാന്നല്ലാതെ അവനോട് ഞാൻ ചോദിക്കൂല എന്ന് പറയില്ലേ? നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ബന്ധം ഈടുറ്റതാണെങ്കിൽ കേട്ടോ. അതേ സമയത്ത് ബന്ധങ്ങളെയും പിന്നെ മുതലാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവര് പിന്നെ എന്താ പോലും ചോദിച്ചുകൊണ്ടിരിക്കും. അവരെ പറ്റിയല്ല ചർച്ച. മറിച്ച് ആ ബന്ധം ശരിക്കും ആത്മാർത്ഥമായും വളരെ ഡീപ്പായ ബന്ധവുമാണെങ്കിൽ ആ ബന്ധമുള്ള ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യില്ല, അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആളോടൊന്നും അവരുടേതായിട്ടുള്ള സംഗതികൾ ചോദിച്ചു വാങ്ങൂല. മറിച്ച് അവര് കണ്ടറിഞ്ഞ് ചെയ്തെങ്കിൽ ചെയ്യട്ടെ. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഹബീബും മെഹബൂബും തമ്മിലുള്ള ബന്ധമാണ് അല്ലെ? ഹബീബും മെഹബൂബും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഈ മെഹബൂബിന് ഇഷ്ടമുള്ള സംഗതി എന്താണെന്ന് കണ്ടറിഞ്ഞ് ഹബീബ് പ്രവർത്തിക്കുക എന്നല്ലാതെ ഒരിക്കലും തന്നെ ഈ ഹബീബ് എന്ത് ചെയ്യൂല, ആ മെഹബൂബിനോട് അത് ആവശ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല എന്നുള്ളതാ. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നമുക്ക് എമ്പാടും കാണാൻ പറ്റുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ശത്രുക്കൾ വല്ല ആരോപണങ്ങളും ഉന്നയിക്കുകയോ നബി തങ്ങളെ കുറിച്ച് മോശമായിട്ട് വല്ലതും പറയുകയോ ചെയ്യുമ്പോ അതിന് മറുപടി അല്ലാഹു തആല പെട്ടെന്ന് പറയും. അതേ സമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പലതിനും മറുപടി പറയാൻ നബി തങ്ങളോട് അല്ലാഹു തആല പറയാറാ പതിവ്. നമുക്കറിയില്ലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുറൈശികള് ഒരിക്കൽ ഒരു കോംപ്രമൈസിന് റെഡി ആയിട്ട് വന്നിട്ട് പറഞ്ഞില്ലേ, ഒരു 6 മാസം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ മുഹമ്മദ് നബി ഞങ്ങളും ആരാധിക്കുക, 6 മാസം നിങ്ങൾ പറഞ്ഞ അള്ളാനെ ഞങ്ങളും ആരാധിക്കുക. അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്താം. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു പിന്നെ വിട്ടുവീഴ്ചയുടെ സമീപനം സ്വീകരിക്കാം, മതങ്ങൾ തമ്മിൽ ഒരു അടി വേണ്ട എന്ന നിലക്ക് പോകാന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി എന്താ നബി തങ്ങൾ പഠിപ്പിച്ചത്? അൻ തജ്അല ലില്ലാഹി നിദ്ദൻ, അള്ളാഹ്ക്കൊരു പങ്കാളിയെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പടച്ചോന് ഏറ്റവും വെറുപ്പുള്ള സംഗതി. അതുകൊണ്ട് തന്നെയാണ് ശിർക്ക് പറഞ്ഞത് ഏറ്റവും വലിയ പാപാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതും. അപ്പൊ അള്ളാഹുവിന് പങ്കാളിയെ സ്ഥാപിക്കണം എന്ന ആ ആവശ്യമായിട്ട് അങ്ങനത്തെ ഒരു സജഷനുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ശത്രുക്കൾ പ്രത്യക്ഷപ്പെടുമ്പോ ആ വിഷയത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സംഗതി ഒരു കോംപ്രമൈസിന് അവര് റെഡിയാകണമെന്ന് ആവശ്യപ്പെടുമ്പോ അള്ളാഹ് പറഞ്ഞ എന്താ? ഖുൽ, നബിയെ തങ്ങൾ പറഞ്ഞോളൂ അതിന്റെ മറുപടി, യാ അയ്യുഹൽ കാഫിറൂന, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളൊന്നും ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും അഅ്ബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. ആണോ? ഞാൻ ആരാധിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. അബൂജഹലും അബൂലഹബും ഒക്കെ ആരായിരുന്നു? അള്ളാഹുവിനെ ശരിക്കും വിശ്വസിച്ച ആൾക്കാരായിരുന്നു. പിന്നെ ഓൽക്ക് പറ്റിയ കുഴപ്പം ആകെ എന്തുള്ളൂ, അവര് ഒരു ചില ഇടത്തട്ടുകാരെ നിശ്ചയിച്ചു എന്നുള്ളതുള്ളൂ. അതന്നെയാണ് ഈ സമസ്തക്കാരെയും കുഴപ്പമെന്ന് പറഞ്ഞു നടക്കുന്ന ചില സാധുക്കളായ
മന്ദബുദ്ധി എന്ന് പറഞ്ഞപ്പോ അത് മതിയാകുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ശരി, ആ നിലക്കുള്ള ചില മൗലവിമാരും ആ മൗലവിമാര് പറയണത് അങ്ങനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന കുറച്ച് സാധുക്കളായിട്ടുള്ള വഹാബി സഹോദരങ്ങളും ആ സഹോദരങ്ങളൊക്കെ എപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത്? അബൂജഹലിന് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ അബൂജഹൽ പിഴച്ചത് എവിടെ? അബൂജഹല് ഒരു അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചില മാധ്യമങ്ങളെ, വാസിത്തകളെ, വസീലകളെ സ്വീകരിച്ചു, ഇടത്തട്ടുകാരെ സ്വീകരിച്ചു എന്നതാ കുഴപ്പമെന്ന് പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയണത് യാ അയ്യുഹൽ കാഫിറൂൻ, ഓ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഈ കല്ലിനെയും കരടിനെയും ഒന്നും ഞാൻ ആരാധിക്കുന്നില്ല. വല അൻതും, നിങ്ങളല്ല, ആബിദൂന, ഇബാദത്ത് എടുക്കുന്നവരല്ല, മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിനെ. കേട്ടോ, ഇപ്പൊ നിലവിൽ നിങ്ങൾ അള്ളാഹ്ക്ക് ആരാധിക്കണില്ലാന്നാ ആര് പറയണ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറയണത്. അതെങ്ങനെ പറയാ? ഖുർആനിൽ തന്നെ വേറെ സ്ഥലത്തില്ലേ, വൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ചിലപ്പോ മൗലവിമാരിങ്ങനെ ചോദിക്കാൻ കാത്തിക്കണ ഉണ്ടാവുപ്പത്. അല്ലെങ്കിൽ ഇത് കേൾക്കണ ചില കുഞ്ഞാടുകളായിട്ടുള്ള വഹാബികൾ ഉണ്ടെങ്കിൽ അവരിങ്ങനെ, എന്താ മൗലരെ, ഖുർആൻ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ? അപ്പൊ അല്ലാഹു തആല ഇപ്പൊ ആ പറഞ്ഞതും ഈ പറഞ്ഞതായിട്ട് നേരത്തെ പറഞ്ഞ് മറന്നുപോയത് അവിടെ എത്തിയപ്പോൾക്ക് നമ്മൾ ചിന്തിക്കേണ്ട, ശരിക്കും മനസ്സിലാക്കണ്ടേ? ഒരു സംഗതി കൃത്യമായിട്ട് പഠിക്കണ സമയത്ത് അത് പഠിച്ചാൽ ബോധ്യപ്പെടും ഇവിടെ എന്താ സംഗതി എന്നുള്ളത്. അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തോന്നിയ വിധത്തിൽ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഒരാളെ പറ്റി അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ അവനെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ അവനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞ ശരിക്കുള്ള അല്ല. അതാ ഇവിടെ രണ്ടായത്തും തമ്മിൽ വൈരുദ്ധ്യം വരാതിരിക്കാനുള്ള മാർഗം അല്ലേ? ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു ഫൈദാ റകിബു ഫിൽ ഫുൽകി, അവര് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷം വരികയും അവിടെ സേഫ് അല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമ്പോ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ ആത്മാർത്ഥമായിട്ട് തന്നെ എന്ത് ചെയ്യും? അള്ളാഹുവിനെ അവർ വിളിക്കും. ഈ അല്ല ഏതല്ലയാ? അബൂജഹലിന് പരിചയമുള്ള അല്ല ഏതല്ലയാ? അത് ഖുർആൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അബൂജഹൽ അടക്കമുള്ള ആളുകൾ പരിചയപ്പെട്ട അല്ല എന്ന് പറയുന്നത് മലക്കുകളാകുന്ന പെൺമക്കളുള്ള അള്ളയാണ്. അങ്ങനത്തെ ഒരു അള്ളാനെ മുത്തുനബി പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് മുത്തുനബി പഠിപ്പിച്ച ഒറിജിനൽ അള്ളാരാ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലേ? ഈ സൂറത്തിന്റെ പേരെന്നെ സൂറത്തു തൗഹീദ് എന്നാ. ഈ സൂറത്തിന്റെ ഒരു പേര് സൂറത്തു തൗഹീദ് എന്നാ. അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുന്ന സൂറത്ത്. അതില് ഒറിജിനൽ ആയിട്ടുള്ള അള്ളാഹിനെ പരിചയപ്പെടുത്താൻ ലം യലിദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനോൽപാദനം നടത്തിയിട്ടില്ല. വലം യൂലദ്, വേറെ ചില രക്ഷിതാക്കളാൽ ഉൽപാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നവുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അള്ളാഹ് സന്താനോൽപാദനം നടത്തിയിട്ടില്ല. ഇതാണ് ഒറിജിനലായ അള്ളാഹു, റസൂലുള്ള പഠിപ്പിച്ച അള്ളാഹു. എന്നാൽ മലക്കുകളെ സംബന്ധിച്ച് വജഅലുൽ മലായികത ഇനാസൻ, ഖുർആനിൽ തന്നെ അള്ളാഹു പറയാണ് മലക്കുകളെ അവരെ അള്ളാഹിന്റെ പെൺമക്കളായി സങ്കല്പിച്ചു. അറേബ്യൻ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് ആ ഖുർആൻ ആക്ഷേപ സ്വരത്തിൽ അവരോട് പറയണത് അംലഹുൽ ബനാത്ത് വലക്കുമുൽ ബനൂൻ, ആൺമക്കളൊക്കെ നിങ്ങൾക്കും അതേപോലെ തന്നെ അള്ളാഹുവിന് പെൺമക്കളുമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് വളരെ മോശമായ വർത്താനല്ലേ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അള്ളാഹു റഹ്മാനായ അള്ളാഹുവാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിൽ തന്നെ 114 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റഹ്മാനാണ്. ഇനി വേറെയും അള്ളാഹു തആല ഒരുപാട് ആയത്തുകളിൽ പഠിപ്പിച്ചു ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. എല്ലാ രാവിലെയും വൈകുന്നേരവും നമ്മൾ ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തിലെ ലൗ അൻസൽന എന്ന് തുടങ്ങുന്നത് മുതൽ പാരായണം ചെയ്ത് വരുമ്പോ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ആയത്താണ് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു തആല റഹ്മാനാണ്. എന്നാ അബൂജഹൽ വിശ്വസിച്ച അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് റഹ്മാനാണോ വിശ്വാസം? അതിന് വിശ്വാസമല്ല എന്ന് മാത്രമല്ല ഖുർആൻ തന്നെ പറയുന്നു വൈദാ ഖീല ലഹുമുസ്ജുദൂ ലിർറഹ്മാനി ഖാലൂ വമർ റഹ്മാൻ അനസ്ജുദു ലിമാ തഅമുറുനാ വസാദഹും നുഫൂറാ. വൈദാ ഖീല ലഹും,
ആ അറേബ്യൻ മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ ഉസ്ജുദൂ ലിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് പറയപ്പെട്ടാൽ ഖാലു, അബൂജഹൽ പ്രഭൃതികൾ ചോദിക്കുന്നത് എന്താണ്? വമർ റഹ്മാൻ, എന്താണ് ഈ റഹ്മാൻ? ഞങ്ങൾക്കത് അറിയില്ല. അനസ്ജുദു ലിമാ തഅ്മുറുന, മുഹമ്മദ് നബിയെ നിങ്ങൾ കൽപ്പിക്കുന്നതിന് ഞങ്ങൾ സുജൂദ് ചെയ്യാനോ അതിന് ഞങ്ങളെ കിട്ടില്ല, ആളെ വേറെ നോക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അല്ലാഹു തആല റഹ്മാനായ അള്ളയാണ്. അതേ സമയത്ത് റഹ്മാൻ എന്നൊരാളെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് അബൂജഹലും കമ്പനിയും പറയണത്. ആ മൂന്ന് കാര്യം ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, അബൂജഹലും കമ്പനിയും വിശ്വസിച്ച അള്ളാഹു ആരാ? മക്കളുള്ള, പെൺമക്കളാകുന്ന മക്കളുള്ള അള്ളാഹു ആണ്. അതേപോലെ തന്നെ അബൂജഹലും കമ്പനിയും വിശ്വസിച്ച അള്ളാഹു എന്ന് പറയുന്നത് റഹ്മാൻ അല്ലാത്ത വേറെ ഏതോ അള്ളാഹു ആണ്. അബൂജഹലും കമ്പനിയും വിശ്വസിച്ച അള്ളാഹുവിനെ കുറിച്ച് ഇനിയും അവര് വിശ്വസിക്കുന്നത് എന്താ? ഞങ്ങൾ മരിച്ചു മണ്ണായതിനു ശേഷം, ഞങ്ങൾ മണ്ണിൽ ലയിച്ചതിനു ശേഷം ഞങ്ങളെ വീണ്ടും പുനർജനിപ്പിക്കാനോ അത് നടക്കൂലെന്നാ. അള്ളാഹു തആല കയ്യിലുള്ള കഴിവൊന്നുമില്ല, പടച്ചോനാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെളിയണ്ട എന്നാണ് ആരെ വാദം? ഈ കമ്പനിയുടെ വാദം. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു യാസീനിൽ തന്നെ നമുക്ക് കാണാലോ, മയ്യുഹയിൽ ഇളാമ വഹിയ റമീം, ദ്രവിച്ചു പോയതിനു ശേഷം ഈ എല്ലുകൾക്ക് ആര് പുനർജന്മം നൽകാനാണ്, ജീവൻ കൊടുക്കാനാണ് എന്ന ചോദ്യം അവർ ചോദിച്ചു. ഒരുപാട് സ്ഥലത്ത് അവരുടെ നിഷേധം പറഞ്ഞിട്ടുണ്ട്. വമാ നഹ്നു ബിമബ്ഊസീൻ, ഞങ്ങൾ പുനർജനിപ്പിക്കപ്പെടുകയില്ല തന്നെ, പുനർജനിപ്പിക്കാൻ സാധിക്കില്ല എന്ന അർത്ഥത്തിൽ അവര് പറയുന്ന അല്ലാഹു തആല കുറെ കഴിവ് കുറവുള്ള അള്ളയാണ്. മൂന്നാമത്തെ സംഗതി. നാലാമത്തെ കാര്യം, അവര് പറയുന്ന അള്ളാഹു ആരാ? അവര് പറയുന്ന അള്ളാഹു സുബ്ഹാനഹു, അള്ളാഹു തആല എന്ന് പറയുന്നത് ആകാശം പടച്ച അള്ളാഹു എന്ന് അവര് പറഞ്ഞ ആ അള്ളാഹിനെ പറ്റി അവർ വിശ്വസിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ആ അള്ളാഹുവിനെ പറ്റി അവര് പറയണത് ശരീക്കുള്ള അള്ളയാണ്, പങ്കാളിയുള്ള അള്ളാഹു ആണ്. അതുകൊണ്ടല്ല അവര് തെൽബിയത്തിൽ ഇപ്പൊ അബൂജഹൽ ഹജ്ജിന് പോയിരുന്നു. ആ ഹജ്ജിന് പോയപ്പോ അബൂജഹൽ ചെല്ലിയ തെൽബിയത്ത് എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ഉണ്ടോ? അബൂജഹലും കമ്പനിയും ചെല്ലിയ തെൽബിയത്ത് അങ്ങനെയാ. ഇല്ല ലാ ശരീക ലക, നിനക്ക് പങ്കാളി ഇല്ല, ഇല്ല ശരീക്കൻ, ഒരു പങ്കാളി ഒഴിച്ച്. ആ പങ്കാളി നിന്റെ ഉടമസ്ഥതയിലുള്ള തന്നെയാണെങ്കിലും അങ്ങനത്തെ ഒരു പങ്കാളി നിനക്കുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അവര് പറഞ്ഞ അല്ലാഹ് ശരീക്കുള്ള അള്ളയാണ്. എന്നാ നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ച അല്ലാഹു ലാ ശരീക ലഹ്, അള്ളാഹുവിന് ഒരു നിലക്കുള്ള പങ്കാളിയുമില്ല, അള്ളാഹിന്റെ ഉടമസ്ഥതയിലുള്ള പങ്കാളിയുമില്ല, അല്ലാത്ത പങ്കാളിയുമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാരണങ്ങളാൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അള്ളാഹിനെ ആർക്കറിയേയില്ല? അബൂജഹലിന് അറിയേയില്ല, മുശ്രിക്കീങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഖുർആൻ അവരെ വിളിക്കാൻ പറയണത് യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളെ. ഇത്രയൊക്കെ അല്ലാഹു തആല അവരെ കുറിച്ച് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടും പക്ഷേ യഥാർത്ഥ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഈ മുശ്രിക്കീങ്ങളെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന നമ്മളെ നാട്ടിൽ ചില സാധുക്കൾ, അല്ലാഹു തആലയ്ക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പറയാനല്ലാതെ വേറെ നമുക്ക് കഴിയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിച്ച അള്ളാഹു, ആ അള്ളാഹുവിനെ ഒരിക്കലും തന്നെ ആരും വിശ്വസിച്ചിട്ടില്ല. അബൂജഹലും കമ്പനി വിശ്വസിച്ചിട്ടില്ല. അള്ളാഹിനെ പറ്റി ഇവര് മോശമായിട്ട് പറയാൻ വേണ്ടി നിൽക്കുമ്പോ അതിന് മറുപടി പറയാൻ അല്ലാഹു തആല ആരോട് പറയാ? റസൂലുള്ളാഹിനോട് പറയാ. അതാ കുൽ, ഇവര് അള്ളാഹുവിന് പങ്കാളിയെ സ്ഥാപിച്ചുകൊണ്ടുള്ള ആ ശിർക്കിന്റെ ഇബാദത്തിലേക്ക് നബിതങ്ങളെ ക്ഷണിച്ചപ്പോ അല്ലാഹു തആല നബിതങ്ങളോട് പറയാൻ പറഞ്ഞു, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, വിശ്വാസികളെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന അള്ളാഹ് നിങ്ങൾ ആരാധിക്കണില്ല. അന്നോല് കടലിൽ യാത്ര ചെയ്യുമ്പോ പിന്നെ വിളിക്കുന്നില്ലേ? വിളിച്ചിട്ട് നബിതങ്ങൾ പറയണേ ഞാൻ പറഞ്ഞ അള്ളാഹിനായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരല്ലേന്ന് പറഞ്ഞത് റസൂൽ പഠിപ്പിച്ച അല്ല തന്നെയാണ്. തെളിവാ ഞാൻ സൂചിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹു നിബിധങ്ങൾ വീണ്ടും പറഞ്ഞു വല അന ആബിദും മാഅബത്തും വല അൻതും ആബിദൂന മാ അഅ്ബുദു. ഭാവിയിലും ഇതേ കാഴ്ചപ്പാടായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കാൻ നിങ്ങൾ വരില്ല, എന്തായാലും നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ ആരാധിക്കാൻ ഞാൻ വരില്ല എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അപ്പൊ ഇവിടെ നബിതങ്ങൾ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോ അതിന് മറുപടി പറയാൻ നബി സല്ലല്ലാഹു നിങ്ങളോട് അള്ളാഹു പറഞ്ഞു. അതേസമയത്ത് നബിതങ്ങൾ ആക്ഷേപിച്ചുകൊണ്ട് ചില കമന്റുകൾ പാസ്സാക്കിയപ്പോഴോ
അതിന്റെ മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണേ അല്ലെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കളൊക്കെ ചെറുപ്പത്തിലെ മരിച്ചു പോയപ്പോ ചില ആൾക്കാർ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേരറ്റ് പോയ ആളാണ്, അബുത്തറാണ്. കാരണം എന്താ, പാരമ്പര്യം നിലനിൽക്കണില്ലല്ലോ, ആൺകുട്ടികളൊക്കെ മരിച്ചു പോകല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന ഷാനിയക ഹുവൽ അബ്തർ. നബിയെ, തങ്ങൾ മോശക്കാരനാണെന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നവൻ, തങ്ങളെ അയിബാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നവൻ, ഹുവൽ അബ്തർ, അവനാണ് വേരറ്റ് പോയവൻ, അവനാണ് പിൻഗാമി ഇല്ലാതെ പോയത്. അതുകൊണ്ട് അള്ളാഹു തആല എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരമ്പര്യം സുദൃഢമായ നിലക്ക് ഇവിടെ നിലനിർത്തി. മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പെൺമക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പാരമ്പര്യം നിലനിർത്തി അല്ലെ. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യം ഇവിടെ നിലനിർത്തി. ഇന്നും നബി തങ്ങളുടെ കുടുംബാണ്, സയ്യിദാണ് എന്ന് പറഞ്ഞാൽ വലിയ ആദരവ് കിട്ടുകയാണ് എല്ലാവർക്കും. അതേ സമയത്ത് ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് പാരമ്പര്യം മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, മക്കത്തെ നേതാക്കന്മാര്. ഇപ്പൊ ഉദാഹരണമായിട്ട് അബൂജഹൽ നമ്മൾ എടുക്കുക. അബൂജഹലിന്റെ പിൻഗാമികളാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ലോകത്ത് ജീവിക്കുന്നുണ്ടോ? പിൻഗാമികളൊക്കെ ഉണ്ടാവൂലേ? ഉണ്ടാവും. പക്ഷെ ആരെങ്കിലും പറയാം ഞാൻ അബൂജഹലിന്റെ പേരക്കുട്ടിയാണെന്ന്? ആരും പറയാൻ തയ്യാറാവൂല അല്ലേ? എന്താ? അപ്പോ അവരാണ് നബിതങ്ങൾ വേരറ്റ് പോയവരാണെന്ന് പറഞ്ഞവരാണ് വേരറ്റത് എന്ന് അല്ലാഹു തആല മറുപടി പറഞ്ഞു. അതേപോലെ എത്രയോ സംഭവങ്ങൾ, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിച്ചു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതന്നെ ഇവിടെ നടക്കുന്നത്. അത് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ആകാശത്തുനിന്ന് വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണും നട്ടിരിക്കുന്നു. എന്താണ്? ഖിബിലമാറ്റത്തിന്റെ ഉത്തരവുമായി വരുന്നുണ്ടോ എന്ന് കണ്ണും നട്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയെ. അതുകൊണ്ട് ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹാ, തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് തങ്ങളെ നാം തിരിക്കുക തന്നെ ചെയ്യും. തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് തങ്ങളെ നാം തിരിക്കും. റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ അവിടെ ശിർക്ക് വരുമെന്ന് പറയുന്ന ചില സാധുക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ആളുകൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞതായി പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും എന്റെ പൊരുത്തം ആഗ്രഹിക്കുമ്പോൾ നബിയെ അങ്ങയുടെ പൊരുത്തം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക്, ഖിബിലത്തൻ അർലാഹ എന്നല്ല അല്ലാഹു പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഖിബില എന്നല്ല, ഖിബിലത്തൻ തർലാഹ, തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് തങ്ങളെ നാം തിരിക്കുക തന്നെ ചെയ്യും. ഇതെല്ലായിടത്തും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മഹത്വമായി അല്ലാഹു തആല നിലനിർത്തിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനാദരവിന്റെ ഒരു ശൈലി സ്വീകരിക്കാൻ ഒരാളെയും അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വിഷമകരമായതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതോ ആയ അവസ്ഥ വന്നാൽ അവിടെയൊക്കെ അല്ലാഹു തആല ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് റസൂലുള്ളാഹിന്റെ വലിയ പവറാണ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില ഭാര്യമാരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായ സമയം, ആ പ്രശ്നം ഉണ്ടായ സമയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സൂറത്തു തഹരീമിൽ നമുക്ക് കാണാമല്ലോ, വൈദ് അസറൻ നബിയു ഇലാ ബഅദി അസ്വാജിഹി ഹദീസാ ഫലമ്മാ നബ്ബഅത് ബിഹി വഅൽഹറഹു അല്ലാഹു അലൈഹി അറഫ ബഅദഹു വഅറള അൻ ബഅദ് ഫലമ്മാ നബ്ബഅഹാ ബിഹി ഖാലത് മൻ അൻബഅക ഹാദാ قال نبأني العليم الخبير إن تتوبا إلى الله فقد صغت قلوبكما وإن تظاهرا عليه فإن الله هو مولاه وجبريل وصالح المؤمنين والملائكة بعد ذلك ظهير عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات സയ്യിബാത്തി വഅബ്കാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, എന്ത്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും സഫിയ ബീവി ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും രണ്ട് പെൺമക്കള് റസൂലുള്ളാഹിന്റെ ഭാര്യമാരായ അവരെന്ത് ചെയ്തു? അവർ തമ്മിൽ ഒരു പ്രത്യേക ഒരു മുന്നണിയാണ്. അപ്പോ ആ നിലക്ക് കുറെ ഭാര്യമാരുള്ള കൂട്ടത്തിൽ നിന്ന് പല കാര്യങ്ങളും അവർ തമ്മിൽ ഇങ്ങനെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അസർ കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ചില ഭാര്യമാരെ വീടുകൾ കൂടെ വെറുതെ നിങ്ങളുടെ സൗഹൃദ സന്ദർശനം എന്ന നിലക്ക് പോയി വരും.
ആ വരുന്ന കൂട്ടത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പാനീയമാണ് തേന്. ആ തേന് കിട്ടും. അപ്പൊ ഈ തേൻ ഇങ്ങനെ കുടിക്കുമ്പോ ഇവർ രണ്ടാളും കൂടിയിട്ട് ഒരു ചെറിയൊരു കുശുകുശുപ്പ് ഉണ്ടാക്കി. എന്താ അങ്ങനെ ഇപ്പൊ ആ തേന് കൂടി അങ്ങനെ തുടർന്നാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടത്തോട് സൈനബ് ബീവിയോട് വല്ലാണ്ടൊരു ഇഷ്ടത്തെ വന്നാലോ, ഇത് എങ്ങനെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് പാര വെക്കണം എന്നൊരു ചർച്ച. അത് പിന്നെ അതിൽ നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ട, മോശക്കാരായിട്ട് കാണുമൊന്നും വേണ്ട, മറിച്ച് റസൂലുള്ളാഹിന്റെ പിന്നെ ഒരു പെൺബുദ്ധി എന്നുള്ള ആ നിലക്കുള്ള ഒരു ചെറിയൊരു കുശുമ്പ് അത് അവർക്ക് വന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇവർ രണ്ടുപേരും തമ്മിലൊരു തീരുമാനം എടുത്തു. അത് കഴിഞ്ഞിട്ട് തേനും കുടിച്ചിട്ട് റസൂൽ എന്ത് ചെയ്യും, മറ്റു ഭാര്യമാരെ വീട്ടുകൾ കൂടിയും പോവും. അപ്പൊ നമ്മളെ വീട്ടിലോ നിന്റെ വീട്ടിലാണ് ആദ്യം വരുന്നെങ്കിൽ അവിടുന്ന് ഈ പറയണം, എന്താണ് ബിയ തങ്ങളെ മഗാഫീർ മണക്കണത്. അതൊരു തരം പിന്നെ ഒരു ചെടിയുടെ ഒരു മരത്തിന്റെ കറയാണ് അവിടെ ഉണ്ടായിരുന്നേ. അത് ദുർഗന്ധമുള്ള സാധന. ദുർഗന്ധമുള്ളതൊന്നും ആർക്കും ഇഷ്ടമല്ലാത്ത, റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലാത്ത. അപ്പൊ വെറുതെ ആട്ടിനെ പട്ടിയൊക്കെ എന്ന് പറഞ്ഞ മാതിരി നിന്റെ വീട്ടിൽ വന്നാ നീ പറയണം, എന്റെ വീട്ടിൽ വന്നാ ഞാൻ പറഞ്ഞോളാം എന്ന് രണ്ടാളും തമ്മിൽ എന്തായി ഒരു തീരുമാനത്തിലെത്തി. എന്താ മഗാഫീർ മണക്കണം എന്താ തങ്ങളെ, മദ്യത്തിന്റെ ഒരു മണം എന്ന് കൂടി അതിന് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്. അതൊരു ട്രിക്കാണ്. അങ്ങനെ ആദ്യം അഫ്സബിയുടെ വീട്ടിൽ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തീരുമാനിച്ചനുസരിച്ച് ചോദിച്ചു, എന്താണ് മഗാഫീർ മണക്കണത് തങ്ങളെ? ഞാൻ മഗാഫീർ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ, ഞാന് പിന്നെ സൈനബിന്റെ വീട്ടിൽ നിന്ന് പിന്നെ തേൻ കുടിച്ചതാണല്ലോ. എന്നാ ഇത് ഭയങ്കര മണമുണ്ട്, വല്ലാത്തൊരു സുഖക്കുറവുള്ള മണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്ത് പറഞ്ഞു, എന്നാ ശരി ഞാൻ ഇനി ആ തേന് കുടിക്കൂല എന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെടുത്ത ചർച്ച എങ്ങനെ, ഏതായാലും ഈ വിവരം ആരോടും അറിയിക്കേണ്ടയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ട സൈനബ് ബീവി രണ്ടാളും തമ്മിലുള്ള ഒരു പിന്നെ ഐഡിയ അല്ലേ. അതുകൊണ്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിവരം കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. അപ്പൊ അറിയിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഫ്സ ബീവിയോട് എന്ത് ചെയ്തു, ഇതിലെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും മറ്റു ചിലത് പറയാണ്ടിരിക്കുകയും ചെയ്തപ്പോ ആയിഷ ബീവി ആയിരിക്കോ റസൂലുള്ളാഹിനോട് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ബേജാറും. അങ്ങനെയാണെങ്കിൽ ആയിഷ ഇപ്പൊ എന്താ ചെയ്തത്, ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ഓപ്പറേഷൻ ഇറങ്ങിയിട്ട് ഇടക്ക് വെച്ച് ഇപ്പൊ നമ്മളെ ചില ക്ലിപ്പുകാരൊക്കെ തെറ്റിപ്പിരിഞ്ഞ മാതിരി ഇടക്ക് വെച്ച് എന്ത് ചെയ്യോ തെറ്റിപ്പിരിഞ്ഞാണോ എന്താ ഇപ്പൊ സംഭവം എന്നൊക്കെ ഇതായിട്ട് നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും അവരുമായിട്ട് ബന്ധപ്പെടുത്തിണ്ടായ പ്രശ്നത്തിന്റെ ഗൗരവതരമായ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോട് നബി തങ്ങളെ വേദനിപ്പിക്കുന്നതോ വിഷമിപ്പിക്കുന്നതോ ആയ വല്ല സമീപനവും സ്വീകരിച്ചാൽ പടച്ചോൻ എടുക്കാൻ പോണ നിലപാടുകളെ കുറിച്ച് പറയാണ്. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ പദവി ഉണ്ടെന്ന് വിചാരിച്ച് ഒരാളും ഞെളിയേണ്ടതില്ല. അള്ളാന്റെ റസൂലിനെ വേദനിപ്പിക്കുന്ന വല്ല സമീപനവും സ്വീകരിച്ചാൽ അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന അയ്യുബ്ദിലഹു അസ്വാജൻ ഖൈറം മിൻകുൻ. നബി തങ്ങളുടെ ഭാര്യമാരെ നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ റസൂലാണ് തലാഖ് ചൊല്ലി ഒഴിവാക്കിയാൽ നിങ്ങളെക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഭാര്യമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങൾക്ക് പകരം കൊടുത്തേക്കും. എങ്ങനത്തെ ഭാര്യമാര്? മുസ്ലിമാത്തിൻ മുഅ്മിനാത്ത്, ഇസ്ലാമിന്റെയും ഈമാനിന്റെയും എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള, ഖാനിത്താത്തിൻ നല്ല ഭക്തകളായിട്ടുള്ള, തായിബാത്തിൻ പശ്ചാത്താപ മനസ്ഥിതിയുള്ള, ആബിദാത്തിൻ ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്ന, സായിഹാത്തിൻ നോമ്പ് നോൽക്കുന്നതിൽ താല്പര്യമുള്ള, സയ്യിബാത്തിൻ വാബുക്കാറ കന്യകത്വം നഷ്ടപ്പെടാത്തവരും അതേപോലെ കന്യകകളുമായിട്ടുള്ള എത്രയോ സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പകരം കൊടുത്തേക്കും. അതേ സമയത്ത് നബി തങ്ങളാകുന്ന ഭർത്താവിന്റെ ആ സ്ഥാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ അതിന് പകരം വെക്കാവുന്ന മറ്റൊരു ഭർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല. ഇതോർത്ത് കളിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഭാര്യമാരോട് പറയുമ്പോൾ നിങ്ങൾക്കറിയില്ലേ, ഖുർആൻ പറയാണ്, ഇൻ തതൂബാ ഇലല്ലാഹ് ഫഖദ് സഗത് ഖുലൂബുകുമാ. നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ഈ പറ്റിപ്പോയ ചെറിയ ഈ ഒരു ഗൂഢാലോചനയുണ്ടല്ലോ, ആ ഗൂഢാലോചനയുടെ പേരിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ കളി കളിച്ചെങ്കിൽ ആ കളിയിൽ നിന്ന് മടങ്ങി ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ആത്മാർത്ഥമായി അല്ലാഹുവെ ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അതേ സമയത്ത് വൈൻ തലാഹറ അലൈഹി, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഗ്യാങ്ങായിട്ട് നബി തങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചന തുടരാനാണ് പരിപാടിയെങ്കിൽ ഭാര്യമാരെ
നിങ്ങൾ അറിഞ്ഞോളൂ, ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. നിങ്ങൾ റസൂലുള്ളാഹിക്കെതിരെ ഗ്യാങ് ആവാനാണ്, ടീമാവാനാണ് പരിപാടിയെങ്കിൽ നിങ്ങൾ അറിയണം, റസൂലുള്ളാഹിന്റെ സംരക്ഷകനായി സഹായിയായി അള്ളാഹു ഉണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്, സത്യവിശ്വാസികളായ എല്ലാ മുഅ്മിനീങ്ങളും നബിതങ്ങൾക്ക് സഹായികളായി കൂടെയുണ്ട്. ആ കൂട്ടത്തിൽ വിശേഷിച്ചും നിങ്ങളുടെ രണ്ടുപേരുടെയും പിതാക്കളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹിനെ സഹായിക്കാൻ കൂടെയുണ്ടാകും. അതുകൊണ്ട് തന്നെ വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ, എല്ലാ മലക്കുകളും റസൂലുള്ളാഹിനെ സഹായിക്കാൻ വേണ്ടി കൂടെയുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പണിയെടുത്ത് മുത്തുനബിയെ വേദനിപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പവറും ആ റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകുന്ന വലിയ ആദരവിന്റെ ആഴവും ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ചിലപ്പോഴൊക്കെ പട്ടിണി കിടക്കേണ്ട അവസ്ഥ ഭാര്യമാർക്ക് നേരിട്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അവർക്കൊന്ന് തോന്നുകയാണ് എന്ത്, ഒരു ഘട്ടത്തിൽ അവർക്ക് തോന്നുകയാണ് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊന്ന് അവകാശം ചോദിച്ചാൽ എന്താ, മൂന്നാറിലെ പെണ്ണുങ്ങൾ ഒരുങ്ങിയ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര് റസൂലുള്ളാഹിനോട് അവകാശം ചോദിക്കാൻ വേണ്ടി ഒന്ന് ഒരുമിച്ച് കൂടാമെന്ന ചിന്ത. പട്ടിണി കിടക്കാനാവില്ല, ഞങ്ങൾക്ക് അരി വേണം, തുണി വേണം, ഇതൊന്നും ആവശ്യപ്പെട്ടേക്കാമെന്ന ചിന്തയിൽ അവരെത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹ ഫതആലൈന ഉമത്തിഹുകുന്ന വഉസർരിഹുകുന്ന സറാഅൻ ജമീലാ. ഓ നബിയെ, ഖുൽ ലി അസ്വാജിക, അവിടുത്തെ ഭാര്യമാരോട് തങ്ങൾ പറഞ്ഞോളൂ നബിയെ, എന്ത്, ഇൻ കുന്തുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹ, ഭൗതിക ജീവിതത്തിന്റെ പ്രൗഢിയും അതിന്റെ സുഖവുമാണോ ഭാര്യമാരെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഫതആലൈന, നിങ്ങൾ വന്നോളൂ, ഉമത്തിഹുകുന്ന, നിങ്ങൾക്ക് ഞാൻ ജീവിതകാലം മുഴുവനും അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ആവശ്യമായ അത്രയും സാമ്പത്തിക ശേഷി സഹായം നൽകിയേക്കാം. പക്ഷേ വഉസർരിഹുകുന്ന സറാഅൻ ജമീലാ, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ നേരെ അങ്ങ് ഉപ്പാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും നല്ല നിലക്ക്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയാൻ വേണ്ടി പറയുന്നത് എന്താണ്, നിങ്ങൾ ഭാര്യ പദവി പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഇവിടെ ഇപ്പൊ അരി കിട്ടാത്തോണ്ടാണ്, തുണി കിട്ടാത്തോണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു അവകാശവാദം ചോദിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങൾ പറയണത്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാം, ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളത് തരാം, പക്ഷെ നിങ്ങളാണ് പറഞ്ഞു വിടും. എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത്? എന്നാ പിന്നെ ഇപ്പൊ തന്നെ അത്യാവശ്യത്തിന് കൊടുത്താ പോരെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അവിടെ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ പദവി ഏറ്റെടുത്തുകൊണ്ട് ക്ഷമയോടുകൂടെ നിൽക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥ, നബിതങ്ങൾ അതിന്റെ പേരിൽ വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ അത് അല്ലാഹു തആല ഇഷ്ടപ്പെടില്ല, പടച്ചോനത് സഹിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും പറഞ്ഞില്ലേ, അതേ സമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം ആഗ്രഹിച്ച് ജീവിക്കാനാ നിങ്ങളുടെ നിലപാടെങ്കിലും പരിപാടിയെങ്കിലോ, പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകും. ഇത് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരോട് ഈ നിലപാടാണ്ട് അറിയിച്ചോടുകൂടെ ബുദ്ധിമതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് സമരം അവസാനിപ്പിച്ചു. അവര് വന്നിട്ട് പറഞ്ഞല്ലോ, ഇഖ്തർനാഹ വ റസൂലഹു, നബിയെ, ഞങ്ങൾ അള്ളാഹിനെയും അവന്റെ റസൂലിനെയും തെരഞ്ഞെടുത്തു, ഞങ്ങൾക്ക് അരി വേണ്ട, തുണി വേണ്ട, ഞങ്ങൾ ഒരിക്കലും തന്നെ ഇനി അവകാശവാദം ഒന്നും ചോദിക്കില്ല, പട്ടിണി കടന്നു മരിച്ചാലും തങ്ങളുടെ ഭാര്യ പദവി എന്ന മഹത്തായ സൗഭാഗ്യം, ആ ഒരൊറ്റ സംഗതി മതി ഞങ്ങൾക്ക് ഈ ലോകത്ത് മരിക്കണത് വരെ ജീവിതം സന്തോഷത്തോടെ കൊണ്ടുപോകാൻ. ഞാൻ സൂചിപ്പിക്കുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും ഇഷ്ടവും എന്നത് അല്ലാഹു തആല വളരെ ഗൗരവത്തിൽ കണ്ടതാണ്. ആ നബിതങ്ങളെ വേദനിപ്പിക്കുന്നതോ റസൂലുള്ളാഹിയുടെ മഹത്വത്തിന് നിരക്കാത്ത വിധത്തിൽ സംസാരിക്കുന്നതോ ആയ ഒരു ശൈലിയും അല്ലാഹു തആല ഇഷ്ടപ്പെടില്ല എന്ന ഗൗരവതരമായ ഒരു വിഷയം. എങ്കിൽ നിങ്ങൾ നോക്കൂ, ഇവിടെ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന് മുത്തുനബിന്റെ മനസ്സിലൊരു ആഗ്രഹം വരികയാണ്. ആ ആഗ്രഹം പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള ആളായതുകൊണ്ട് അള്ളാഹിനോട് എന്ത് ചെയ്യണില്ല, നബിതങ്ങൾ ചോദിക്കുന്നില്ല, കണ്ടറിഞ്ഞ് തരികയാണെങ്കിൽ തന്നോട്ടെ എന്നുള്ള നിലക്ക് നിൽക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളോട് പറയാണ്, നബിയെ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി,
ഖിബിലമാറ്റത്തിന്റെ ഉത്തരവുമായി ജിബ്രീൽ അലൈഹി ഇസ്ലാം വരുന്നുണ്ടോ എന്ന് തങ്ങൾ നോക്കുന്നതായി, അതിനുവേണ്ടി തങ്ങൾ ആകാശത്തേക്ക് ദൃഷ്ടികൾ പായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബിലയിലേക്ക് തങ്ങളെ നാം തിരിക്കുക തന്നെ ചെയ്യും. അതിനാൽ നബിയെ തങ്ങൾ തിരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ കുറെ ദിവസം കാത്തുക്കണമെന്നല്ല, ഉടനെ തന്നെ ഉത്തരവ് പിന്നെ വരിക. ഫവല്ലുവജഹക ശത്രുൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നബിയെ തങ്ങൾ മുഖം തിരിച്ചോളൂ, അഥവാ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് തങ്ങൾ നിസ്കരിച്ചോളൂ. വഹൈസുമാ കുന്തും ഫവല്ലു വജൂഹക്കും ശത്ര, നിങ്ങൾ എവിടെയാണെങ്കിലും കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കാരം നിർവഹിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മഹത്വം, അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന വലിയ പവർ, അതൊക്കെ മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട സൂക്തമായിട്ട് നമുക്ക് സൂറത്തുൽ ബഖറയുടെ 144 ആയത്തിനെ കാണാവുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നല്ലദീന ഊത്തുൽ കിതാബ, നിശ്ചയം വേദം നൽകപ്പെട്ട ആളുകൾ യഅലമൂന, അവർക്കറിയും നിസ്സംശയം എന്ത്? അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, നിശ്ചയം അത് വെച്ചാ എന്താ? അത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഈ ഖിബില മാറ്റം എന്ന് പറയുന്ന സംഗതി അത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണെന്ന് അവർക്കറിയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിലേക്ക് തിരിയാൻ നേരത്തെ ആ ജൂതന്മാരുടെ ഖിബിലയായിരുന്ന ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് റസൂൽ നിസ്കരിക്കുന്നിടത്തുനിന്ന് കഅബയിലേക്ക് നബി തങ്ങൾ തിരിഞ്ഞത് ഒരിക്കലും തന്നെ തന്റെ നാട് മക്ക ആയതുകൊണ്ട് എന്ന നിലക്കല്ല, മറിച്ച് അള്ളാഹു നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലേ റസൂലുള്ള തിരിയുള്ളൂ എന്ന് ആർക്കറിയാന്ന്? ജൂതന്മാർക്കറിയാം, വേദക്കാർക്കറിയാം എന്നാണ് ഒരർത്ഥം. അല്ലെങ്കിൽ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു എന്നുള്ള സത്യമായിട്ട് വന്നതാണ്, ഒരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറയില്ല എന്നവർക്കറിയാം. നബി തങ്ങളുടെ സത്യസന്ധത അറിയാമെന്നോ അല്ലെങ്കിൽ ഈ ഖിബില മാറ്റത്തിന്റെ തീരുമാനം സത്യമാണെന്നോ അവർക്കറിയാം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവര് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഈ കഅബയിലേക്ക് തിരിയാനുള്ള നിർദ്ദേശം കൊടുത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടിക്കാനുള്ള ഒരു വടിയായി അത് ഉപയോഗപ്പെടുത്താൻ കുറെ ആളുകൾ അക്കാലഘട്ടത്തിൽ ശ്രമിച്ചു. ഇവർക്ക് എന്താ ഒരു ഉറപ്പില്ല, മതത്തിൽ ഇന്നും ഒരിടത്തേക്ക് തിരിയാ, നാളെ വേറെ സ്ഥലത്തേക്ക് തിരിയാ, അങ്ങനെ ചിലവരൊക്കെ രാജിവെച്ച് പോകുന്ന അവസ്ഥ. അങ്ങനെ രാജിവെച്ച് പോകുന്നവർ ആരൊക്കെയെന്ന് മനസ്സിലാക്കാനാണ് ഇതെന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അല്ലാഹു തആല ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം എന്താക്കണം? അംഗീകരിക്കണം. അത് അംഗീകരിക്കണവരാരാ എന്നത് അല്ലാഹു തആല ശ്രദ്ധിക്കുകയാണെന്ന് പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാണ് ഇപ്പൊ ഇവിടെ എന്ത്? ഈ വേദക്കാരായിട്ടുള്ള ആൾക്കാർ, വേദക്കാരുടെ ഉദ്ദേശം ആരാ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് ചിലര് പറയുന്നത് അൽ മുറാദു ബി ഖൗലിഹി വ ഇന്നല്ലദീന ഊത്തുൽ കിതാബ്, നിശ്ചയം വേദം നൽകപ്പെട്ടവരെന്ന് പറഞ്ഞത് അൽ യഹൂദു ഖാസത്തൻ, ജൂതന്മാരെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വൽ കിതാബു, അവിടെ പറഞ്ഞ കിതാബ് ഏതാ? ഹുവ തൗറാത്തു, അത് തൗറാത്ത് എന്ന കിതാബാണ് എന്നാണ്. എന്നാൽ മറ്റൊരു അഭിപ്രായം ബലിൽ മുറാദു അഹ്ബാറുൽ യഹൂദി വ ഉലമാഉൻ നസാറ, ജൂത പുരോഹിതന്മാരും ക്രിസ്തീയ പണ്ഡിതന്മാരും രണ്ടു കൂട്ടരുമാണ് ഇവിടെ ഉദ്ദേശം. വഹുവ സഹീഹു, അതാണ് ഏറ്റവും ശരിയായിട്ട് തോന്നുന്ന അഭിപ്രായം. കാരണം എന്താ? ലിഉമൂമിൽ ലഫ്ളി, വാചകം പൊതുവായിട്ട് പറയുമ്പോ അവിടെ വേദം നൽകപ്പെട്ടവരെന്ന് പറഞ്ഞത് ആരെ പറ്റി പറയാം? ക്രിസ്ത്യാനിനെ പറ്റി പറയാം, ജൂതനെ പറ്റിയും പറയാം. വൽ കിതാബുൽ മുതഖദ്ദിമു ഹുവ തൗറാത്തു വൽ ഇൻജീൽ, നേരത്തെ വന്നിട്ടുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞത് തൗറാത്തും ഇൻജീലാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വേദം നൽകപ്പെട്ടവർ അറിയുമെന്ന് പറഞ്ഞാൽ എല്ലാ വേദം നൽകപ്പെട്ടവരും എല്ലാ ജൂതന്മാരും ക്രിസ്ത്യാനികളും അറിയുന്നല്ല, മറിച്ച് വലാ ബുദ്ധയ്യക്കൂനു അതദൻ ഖലീലൻ, ആ അറിയുന്ന പറഞ്ഞ ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? അന്നൽ കസീറ ലാ യജൂസു അലൈഹിം അത്തവാത്തു അലൽ കിത്മാൻ, എല്ലാവരും കൂടെ സത്യം മറച്ചു വെക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. അതുകൊണ്ട് മറച്ചു വെക്കുന്ന ആളുകളും ഇത് അതാരാ? അതവരെ രണ്ടു കൂട്ടത്തിലും പുരോഹിതന്മാരും പണ്ഡിതരുമാണ്. ആ പണ്ഡിതന്മാർക്ക് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ് പറഞ്ഞത്. കാരണം അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ തന്നെയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിബില അതേതാണെന്ന്. അത് മക്കയിലെ മസ്ജിദുൽ ഹറാം ഉൾക്കൊള്ളുന്ന കഅബയാണെന്ന് അവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വേദം നൽകപ്പെട്ടവരിച്ചാൽ അഹ്ബാറുൽ യഹൂദി വ ഉലമാഉൻ നസാറ, ജൂത പുരോഹിതന്മാരും അതേപോലെ തന്നെ ക്രിസ്തീയ പണ്ഡിതന്മാരും. ആ പണ്ഡിതന്മാര് പറയുന്നത് അങ്ങനെ തന്നെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങലായിരുന്നു ആര്? അവരിലുള്ള സാധാരണക്കാർ.
അപ്പൊ ആ പണ്ഡിതന്മാര് പറഞ്ഞ് സത്യാന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു, അവരതിന് വഴങ്ങി കൊടുത്തു എന്നുള്ളതാണ്. സാധാരണക്കാർക്ക് പലർക്കും എന്താ അറിയില്ല, ഈ തൗറാത്തിലുള്ളതും അറിയില്ല, ഇഞ്ചിയിലുള്ളതും അറിയില്ല. മറിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലത് മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്, ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിരുന്നത് എന്നാണ്. അതുകൊണ്ട് ആ വേദക്കാരായിട്ടുള്ള പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ കൊണ്ടുവന്നത് സത്യമാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണെന്നും ആർക്കറിയാമായിരുന്നു, അവർക്ക് അറിയാമായിരുന്നു. ഇവിടെ നമുക്ക് കാണാലോ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം എന്ന് പറഞ്ഞോടത്ത് അന്നഹു എന്ന് പറഞ്ഞ അവ്യയം, ആ ലമീർ, ആ ലമീർ എവിടുക്കാ മടങ്ങണത് എന്നതിനെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താവും, അന്നൽ ഖൗമ യഅലമൂന അന്നർ റസൂല മഅ ശർഇഹി വ നുബുവ്വതിഹി ഹഖ്ഖുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വവും അതേപോലെ തന്നെ നബി തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തും അതൊക്കെ സത്യമാണ്. ഫയസ്തമിലു ദാലിക അലാ അംരിൽ ഖിബ്ലത്തി വ ഗൈരിഹ. അപ്പൊ ഖിബിലയുടെ വിഷയമൊക്കെ എന്തിൽ പെട്ടു, ആ നബിതങ്ങൾ കൊണ്ടുവന്ന ശരീഅത്ത് എന്ന് പറഞ്ഞു പെട്ടു. അപ്പൊ എല്ലാ സംഗതിയും അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സത്യമാണെന്ന് അവർക്കറിയാം. ഇനി ഖിബിലയുമായി ബന്ധപ്പെട്ട സ്പെഷ്യലായിട്ടുള്ള ആ വിഷയം മാത്രം ആവാനും എന്തുണ്ട്, സാധ്യതയുണ്ട്, അങ്ങനെയും ആവാം. അതായത് അന്നഹും യഅലമൂന അന്നഹുൽ ഹഖ്ഖു. ഖിബില മാറ്റം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വജനപക്ഷപാതം എന്ന നിലക്കുണ്ടാക്കിയതല്ല, അള്ളാഹുവിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പൊ പിന്നെ അത് അവർക്ക് അറിയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അന്ന ഖൗമം മിൻ ഉലമാൽ യഹൂദി, ജൂത പണ്ഡിതന്മാരിൽ നിന്നുള്ള കുറെ ആളുകൾ, കാനു അറഫു ഫി കുതുബി അംബിയായിഹിം, അവരുടെ നബിമാർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിലൂടെ അവർ മനസ്സിലാക്കിയിരുന്നു എന്ത്, ഖബറൽ റസൂലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാർത്തയെ, വ ഖബറൽ ഖിബലത്തി, ഖിബലയുടെ ചരിത്രത്തെയും, അന്നഹു യുസല്ലി ഇലൽ ഖിബലത്തൈനി, നബി സല്ലല്ലാഹു തങ്ങൾ രണ്ട് ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും എന്ന ചരിത്രമൊക്കെ ആർക്കറിയാമായിരുന്നു? ആ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു. അപ്പൊ നബിതങ്ങളുടെ ഖിബല മാറ്റത്തിന്റെ വർത്തമാനം വരുമ്പോൾ സ്വാഭാവികമായും ഇത് നമ്മളെ ഗ്രന്ഥത്തിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവർ എന്താവുമായിരുന്നു വേണ്ടത്, നന്നാവുമായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. മറിച്ച് അവരെന്ത് ചെയ്തു, അത് ഉപയോഗപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ പരത്താൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ് ചെയ്തത് എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം അന്നഹും കാനു യഅലമൂന, ആ വേദക്കാർക്ക് അറിയാമായിരുന്നു അന്നൽ കഅബത ഹിയൽ ബൈത്തുൽ അതീഖ്, കഅബയാണ് യഥാർത്ഥ അല്ലാഹുവിന്റെ ഭവനം, നബി അലൈഹി ഇസ്ലാമിന്റെയും ഖിബലയായി അല്ലാഹു തആല നിശ്ചയിച്ചിരുന്ന ആ കഅബയാണ്, ആ ഖിബലയാണ് ഏത്, മക്കയിലുള്ള കഅബാലയം എന്ന് അവർക്കറിയാം. അപ്പൊ ആ കഅബയിലേക്ക് തിരിയാൻ റസൂലുള്ളാഹിക്ക് നിർദ്ദേശം കിട്ടിയാൽ പൂർവികരായ അമ്പിയാക്കളുടെ കുലപതിയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞ കഅബയിലേക്ക് തിരിയണേ നമ്മൾ എന്താക്കണ്ടയില്ല, എതിർക്കണ്ടയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ അറിയായിട്ടൊന്നല്ലല്ലോ പല ആൾക്കാരും എതിർക്കണത്, എതിർക്കാൻ വേണ്ടി എതിർക്കല്ലേ. അപ്പൊ എതിർക്കാൻ വേണ്ടി എതിർക്കണ ആ എതിർപ്പിന്റെ ആൾക്കാരായിട്ട് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു ഈ പണ്ഡിതന്മാരെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊരു വ്യാഖ്യാനം അന്നഹും കാനു യഅലമൂന നുബുവത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ സംബന്ധിച്ച് ഈ വേദക്കാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ലിമാ ലഹറ അലൈഹി മിനൽ മുഅ്ജിസാത്തി, നബി സല്ലല്ലാഹു തങ്ങളുടെ ധാരാളം അമാനുഷിക സിദ്ധികൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെളിപ്പെട്ടിട്ടുണ്ട്. ഓ മതാ അലിമു നുബുവത്തഹു, റസൂലുള്ളാഹിയുടെ പ്രവാചകത്വം അവർക്ക് മനസ്സിലാവുമ്പോൾ ഫഖദ് അലിമു ലാ മഹാലത അന്ന കുല്ലമാ അതാ ബിഹി ഫഹു ഹഖ്ഖുൻ, നബിതങ്ങൾ പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ നബിതങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് ഉറപ്പായിട്ട് അവർക്ക് ബോധ്യപ്പെടും. അപ്പൊ ഫക്കാന ഹാദ തഹ്വീലു ഹഖ്ഖൻ, ഈ ഖിബല മാറ്റം എന്തെന്നെയാണ്, സത്യമാണെന്ന് ആർക്കറിയാം, വേദക്കാർക്കറിയാം. അതാണ് അല്ലാഹു വ ഇന്നല്ലദീന ഊത്തുൽ കിതാബ, നിശ്ചയം വേദം നൽകപ്പെട്ട ആളുകൾ യഅലമൂന, അവർക്ക് നിശ്ചയമായിട്ടും അറിയാം എന്ത്, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, ഈ ഖിബല മാറ്റം എന്നത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണെന്ന്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്ന സത്യസന്ധനായിട്ടുള്ള പ്രവാചകനാണെന്ന് അവർക്കറിയാം എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല അശ്രദ്ധനല്ല. അത് നബി തങ്ങളെ ആശ്വസിപ്പിക്കണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 16 മാസം മദീനയിലെത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാടിനെ ശ്ലാഘിക്കാനല്ല ആര് ശ്രമിച്ചിരുന്നത്, അവിടുത്തെ ആളുകൾ ശ്രമിച്ചിരുന്നത്. നമ്മളെ ഖിബിലയിലേക്കൊക്കെ തിരിയുന്നുണ്ടെങ്കിലും
വിശ്വസിക്കാനായിട്ടില്ല, ഇത് എത്ര കാലം തുടരുന്ന അറിയില്ല, ഇനി വല്ല മാറ്റം വരുന്നുണ്ടോന്നൊക്കെ നോക്കുക, എന്നിട്ടൊക്കെ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കാനായിരുന്നു ആര് ശ്രമിച്ചിരുന്നത്? വേദക്കാർ അന്നും ശ്രമിച്ചിരുന്നത്. എന്നാൽ ഖിബില മാറ്റം ഉണ്ടായതോടുകൂടി അവരെന്താക്കി? അവര് ഒന്നുകൂടി സ്വരം മാറ്റിയിട്ട് പറഞ്ഞു, ഞങ്ങളെ ഖിബിലയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കുക ആയിരുന്നു വെച്ചെങ്കിൽ നമുക്ക് എന്താക്കായിരുന്നു? മുഹമ്മദ് നബിന്റെ കൂടെ കൂടായിരുന്നു. പക്ഷെ അപ്പോഴേക്കാണല്ലോ എന്ത് ചെയ്തത്? മാറ്റം വരുത്തിയത്. ഇനിയിപ്പോ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൂടെ കൂടാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കാനുള്ള എന്തെങ്കിലോ നൊണ്ടി ന്യായങ്ങൾ അവർ പറയാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ രണ്ട് രൂപത്തിൽ ഖിറാഅത്തുണ്ട്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ എന്നാണ്. ഒന്ന് യമനു എന്ന് പറയുമ്പോ അവര് ചെയ്യുന്നത് അള്ളാഹു താല അശ്രദ്ധനല്ലാച്ച ജൂതന്മാർ ഈ കാട്ടിക്കൂട്ടുന്ന നിഷേധങ്ങളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് നബിയെ, തങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല, അതിനൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു താല അവർക്ക് നൽകുക തന്നെ ചെയ്യുമെന്നാകും അർത്ഥം. ഇനി ഒമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ എന്നും ഒരു ഖിറാഅത്തുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു താല അശ്രദ്ധനല്ല. അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അത് ഖിതാബുൽ മുസ്ലിമീന, അത് മുസ്ലിമീങ്ങളോടാണ് അള്ളാഹു താല അപ്പൊ പറയുന്നത്. ആ സംബോധന എന്ത്? ഒമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു താല അശ്രദ്ധനല്ലാച്ചാൽ ഫഹുവ വഅദുൽ ലഹും വബിശാറ, അത് മുസ്ലിമീങ്ങൾക്കുള്ള പ്രതിഫലത്തിന്റെ വാഗ്ദാനവും അതേപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുമാണ്. നിങ്ങൾ ഈ നിലക്കുള്ള കഷ്ടപ്പാട് അലയ്യ, എനിക്ക് അവ്യക്തമല്ല എന്നല്ല പറയാണെന്ത്? ജിദ്ദുക്കും ജിത്തിഹാദുക്കും ഫി ഖബൂലിദ്ദീൻ, ദീൻ സ്വീകരിക്കുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ സത്യസന്ധമായ മതം നിലനിർത്താൻ വേണ്ടിയുള്ള അധ്വാനിക്കുന്ന ആ വിഷയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും നിങ്ങളുടെ ആത്മാർത്ഥതയും ഒന്നും തന്നെ എനിക്ക് അശ്രദ്ധമല്ല, അവ്യക്തമല്ല. അതിനനുസരിച്ചുള്ള പ്രതിഫലം പരലോകത്ത് നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കും, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നുള്ള സന്തോഷ വാർത്തയാണ്. അപ്പോ അതേ സമയത്ത് ഒമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, ജൂതന്മാര് ചെയ്യണത് അള്ളാഹു തആലാക്ക് അശ്രദ്ധ അല്ല എന്ന് പറഞ്ഞാലോ അത് ഫഹുവ വഈദുൻ വതഹ്ദീദുൻ ലഹും, അത് അവർക്കൊരു വലിയ അവരെ താക്കീതും അതേപോലെ തന്നെ വലിയ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു ചിന്തയുമാണ് അത് ഉണ്ടാക്കുന്നത്. ഖുർആൻ പലയിടത്തും ആ നിലക്കുള്ള ഒരു സമീപനം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഉദാഹരണമായിട്ട് നമുക്ക് കാണാലോ, ഖുർആനിൽ തന്നെ സൂറത്ത് ഇബ്രാഹിമിന്റെ 42-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയണത് കാണാം, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികളായ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു താല അശ്രദ്ധനാണെന്ന് തങ്ങൾ കരുതേണ്ടതില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇതിനൊക്കെയുള്ള സൗകര്യം കിട്ടുന്നത്. ഇങ്ങനെയൊക്കെ കുരുത്തക്കേട് കാട്ടിയാലേ ഈ കുരുത്തക്കേട് കാട്ടുന്നവർക്കും പിന്നെ എന്തുണ്ടാവും, ചിലപ്പോ കുറച്ചേലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള അവസരവും കുറച്ച് സംഗതിയൊക്കെ കിട്ടുമ്പോ ഞാൻ എന്ത് കാട്ടിയാലും എന്താ, എനിക്കൊരു കുഴപ്പവും വരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കും ചിലപ്പോ ചില പൊട്ടന്മാരായിട്ടുള്ള ആളുകൾ. വാസ്തവത്തിൽ അള്ളാഹു താല അത് വലിയൊരു പരീക്ഷണമായിട്ടാണ് ആ മിസ്കിന്മാർക്ക് ഇത് കൊടുക്കുന്നത്. ആ കൊടുക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്ന ഒരു വലിയ സംഗതി ഉണ്ട്, ഇസ്തിദ്റാജ് എന്നാണ് അതിന് പറയാ. ചൂണ്ടലിട്ട് പിടിക്കാന്ന് പറയും അല്ലേ? ഒരു ചൂണ്ടലിട്ട് മത്സ്യം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളെന്ത് ചെയ്യും? ചൂണ്ടലിന്റെ തലക്കല് നല്ല ആ മത്സ്യത്തിന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം വെച്ചു കൊടുക്കും. അപ്പൊ എനിക്കാരോ ഭക്ഷണം കൊടുന്നു തരികയാണെന്നുള്ള സന്തോഷത്തിൽ മത്സ്യം എന്ത് ചെയ്യും? ആ ഭക്ഷണം അങ്ങോട്ട് വിഴുങ്ങി വയറ്റിലേക്കാണ് എത്താൻ നേരത്ത് നല്ലോണം അങ്ങോട്ട് അകത്തെത്തി എന്ന് തോന്നുമ്പോ ചൂണ്ടൽ ഇങ്ങോട്ട് വലിച്ചാൽ അത് തൊണ്ടയിൽ കുരുങ്ങും. ഇതുപോലെയാണ് അക്രമികളായ ആളുകൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ചിലപ്പോ കുറച്ച് സമയം എന്താക്കും, ആ അക്രമമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം അവർക്കുണ്ടാകും. കാരണം ദുനിയാവിൽ അള്ളാഹിനെ അനുസരിക്കാത്തവർക്കും അള്ളാഹു തആല എന്ത് കൊടുക്കും? അനുഗ്രഹം കൊടുക്കും. അള്ളാഹു റഹ്മാനാണ്. അതുകൊണ്ട് അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ അനുകൂല സാഹചര്യങ്ങൾ ഏത് അക്രമിക്കും കിട്ടിയെന്ന് വരും. ആ അക്രമിക്ക് അനുകൂല സാഹചര്യങ്ങൾ കിട്ടുമ്പോ ഞാൻ ഈ ചെയ്യണതൊക്കെ ശരിയായതുകൊണ്ടാണ് എനിക്കിങ്ങനെ സഹായം കിട്ടുന്നത് എന്ന തെറ്റിദ്ധാരണ ആർക്കുണ്ടാവേണ്ടതില്ല, ഒരക്രമിക്കും ഉണ്ടാകേണ്ടതില്ല. മറിച്ച് അവർ ചെയ്യുന്ന എല്ലാ സംഗതിയും അള്ളാഹു താല ശരിക്കും അറിയുന്നുണ്ട്. പക്ഷെ അതിന് അള്ളാഹു താല ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ പറയില്ലേ, കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം, പിന്നെ തുള്ളിയ ചട്ടിയോളം എന്ന് പറയാറില്ലേ? എന്നത് മാതിരി ഒരു അത്യാവശ്യം ഒരു നിശ്ചിത സമയത്തേക്ക് അള്ളാഹു താല അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ പോകാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പക്ഷേ എന്താകും? അള്ളാഹു താല അവരെ
കണിശമായി ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന ഗൗരവതരമായ താക്കീതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ലൈവ് എത്തിയില്ലേ? ലൈവ് എത്താൻ ഇങ്ങോട്ട് സമയമുണ്ടോ? ഏതായാലും ശരി, എന്നാ ഏതെങ്കിലും ഉസ്താദ്മാരോ അഡ്മിന്മാരാരെങ്കിലും ഒക്കെ മൈക്കിലേക്ക് വന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നല്ല ദിനരാത്രങ്ങളൊക്കെ നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.